കോട്ടയത്ത് ഇന്നലെ വ്യത്യസ്തമായ ചില ജന്മദിനാഘോഷങ്ങൾ നടന്നു. രണ്ടായി പിളർന്ന കേരള കോൺഗ്രസ്, മാണി, ജോസഫ് വിഭാഗങ്ങളുടെ യൂത്ത് ഫ്രണ്ട് സംഘടനകളുടെ ജന്മദിനാഘോഷങ്ങളാണ് ഒരേ ദിവസം നടന്നത്. യുവജന സംഘടനകളാണെങ്കിലും പരിപാടികളിലെ യുവത്വത്തിന്റെ കുറവ് ഇരു സംഘടനകളിലും പ്രകടമായി. വളരും തോറും പിളരുന്ന, പിളരും തോറും വളരുന്ന പാരമ്പര്യമാണ് കേരള കോൺഗ്രസ് എന്നാണ് പറയാറ്. കേരള കോൺഗ്രസ് പലതായി പിളർന്നപ്പോഴെല്ലാം പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടും പിളർന്നുകൊണ്ടേയിരുന്നു. കാര്യം പിളർന്ന് പലതായെങ്കിലും എല്ലാ സംഘടനകളും ഒരേ ദിവസം തന്നെയാണ് അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. കേരള കോൺഗ്രസ്, യൂത്ത് ഫ്രണ്ട്, മാണി വിഭാഗം കേക്ക് മുറിച്ച് പാർട്ടി ആസ്ഥാനത്ത് ആഘോഷം നടത്തി. പക്ഷേ പരിപാടിയിലും പാർട്ടിയിലും യുവാക്കളുടെ കുറവ് പ്രകടമാണല്ലോ എന്ന ചോദ്യത്തിന് പാർട്ടി ചെയർമാനും നിയുക്ത രാജ്യസഭാ എംപിയുമായ ജോസ് കെ മാണിയുടെ മറുപടി ജോസഫ് വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു. നമ്മുടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ, ഇവിടെ സംസ്ഥാന സമ്മേളനം വരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെച്ചിരുന്നു. ഇപ്പോഴും അത് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും മറ്റ് ഇതുപോലുള്ള സിമിലറായ പാർട്ടികൾക്ക് യുവാക്കൾ ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല. യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗവും ജന്മദിനാഘോഷം ഗംഭീരമാക്കി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് കേക്ക് മുറിച്ച് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. അവിടെയും പക്ഷേ യുവജന നിരയുടെ കുറവ് പ്രകടമായി. യുവാക്കളെല്ലാം വിദേശത്താണെന്നും ആ കുറവ് എല്ലാ പാർട്ടിയെയും ബാധിക്കുന്നുണ്ടെന്നും PJ ജോസഫ് പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പില്ല, ഒരു കേരള കോൺഗ്രസേ ഉള്ളൂ. അതിൻ്റെ യുവജന വിഭാഗത്തിൽ വിദേശത്തേക്ക് പോകുന്ന ഒരു കുറവ് എല്ലാ പാർട്ടികളിലും കാണും. അതൊഴിച്ച് ബാക്കി രംഗങ്ങളിലെല്ലാം പുതുതായിട്ട് ആൾ വരുന്നുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.